ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റ് ന്യൂസ് ചാനൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണപ്പെടുന്നത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. പല കാരണങ്ങൾ കൊണ്ട്. എന്താ കാരണം? നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാത്തതിന്റെ പേരിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു. 2, പ്രണയ നിരാശ. കുട്ടികളെ, നമ്മളെ പിതാവിന് വരുന്ന വരുമാനം എത്രയാണോ അതിനനുസരിച്ചാണ് അവരോട് നമ്മൾ ഇതുപോലുള്ള ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ചോദിക്കേണ്ടത്. രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വരുമാനം എത്രയാണോ അത് അറിയിച്ചു കൊണ്ടുവേണം മക്കളെ വളർത്താൻ. അങ്ങനെ വളർത്തുന്ന മക്കള് ഇതുപോലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ആവശ്യങ്ങൾ നമ്മോട് ചോദിക്കില്ല. നമ്മുടെ വരവ് എത്രയാണോ അത് അറിഞ്ഞ് നമ്മളെ മക്കൾ നമ്മളോട് പെരുമാറുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ കുട്ടികളിൽ വരുന്ന പ്രണയ നിരാശ. അയാൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ ചിലപ്പോൾ നോ എന്ന് പറയും. എന്താ കാരണം? അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല. അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അയാൾ നോ എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, അങ്ങനെ തീരുമാനിച്ചാൽ തീരുന്നേ ഉള്ളൂ. അയാൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരാൾ വിജയിക്കുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്യും. ഒരു മരണവും സംഭവിക്കും. നമ്മൾ ഇന്നലെ കണ്ട അയാൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആണോ? നമ്മളെ ഇന്നലെയോ മിനിഞ്ഞാന്നോ കണ്ട ആൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിതം കളയേണ്ടത്. നമുക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റിവെച്ച 2 അത്ഭുത മനുഷ്യരുണ്ട് നമ്മളെ വീട്ടില്, അച്ഛനും അമ്മയും. അവർക്ക് വേണ്ടി ജീവിക്കണം, നമ്മളെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് നമ്മളെ തളർത്താൻ മാത്രമേ കഴിയൂ, പരാജയപ്പെടുത്താൻ കഴിയില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പരാജയപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? എപ്പോഴാ നമ്മൾ പരാജയപ്പെടുന്നത്? നമ്മളെ ചിന്തകളിലാണ്. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ പരാജയപ്പെടുന്നത്. നമുക്ക് കരകയറാൻ കഴിയില്ല. തിങ്ക് ചെയ്ത് നമുക്ക് ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകും. നമ്മൾ ആലോചിച്ച് നമുക്ക് ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകും. പിന്നെ നമുക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, വീട്ടിൽ കയറാൻ താല്പര്യം ഉണ്ടാവില്ല, വീട്ടിലുള്ള ആളുകളോട് മാന്യമായി സംസാരിക്കാൻ കഴിയില്ല. ഓക്കെ, ഞാനും പ്രണയിച്ചിരുന്നു. നിങ്ങളെക്കാളും കൂടുതലൊക്കെ ഞാനും പ്രണയിച്ചിരുന്നു. ഈ കാലഘട്ടം കഴിഞ്ഞിട്ടല്ല ഞാനിവിടെ എത്തിയത്. ഞാൻ സ്നേഹിച്ച ആൾക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിച്ചോ? താടി വളർത്തി നടന്നോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാള് നമ്മളെ വേണ്ടാന്ന് പറയുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല. അപ്പൊ എന്താ സംഭവിക്കാം? നമ്മൾ അയാൾക്ക് മുൻപിൽ തോറ്റു എന്നാണ്, അല്ലേ? നമ്മൾ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? അയാള് കാരണമാണ് ഇയാൾ തോൽക്കാൻ കാരണം എന്നുള്ള ചിന്തയിൽ അവര് ജീവിക്കണേ. എടാ, നമ്മൾ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അവരൊക്കെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കായിരിക്കും. അവര് അവിടെ സന്തോഷമായിട്ട് ജീവിക്കും. ഇതൊന്നും അവരറിയുന്നില്ല. നമ്മളോ? നമുക്ക് ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നില്ല. എന്തോരം പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്തിനാ? അപ്പോ നമ്മൾ അവർക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാം.